യെസ്, പാർവതി ശർമ്മ ഹിയർ. ഈ പാർവതി ഒരു വാക്ക് പറഞ്ഞാൽ പറഞ്ഞതാ. നാളത്തെ സൂര്യാസ്തമയം കാണാൻ ഞാൻ അവിടെ ഉണ്ടാവും. ഡോണ്ട് വറി. ചിന്നക്കിത് പോതും. എന്നാ മാസം സൗഖ്യമാ? പിന്നെ വളരെ സൗഖ്യ. കോപ്പി ചാപ്പിട്ടാച്ചാ? ഇപ്പൊ ചാപ്പിട്ടാച്ചതേ ഉള്ളൂ. സഞ്ചി എന്നാ പാരമ? ഹായ്, പുതുസാന ധാവണി. നാളേക്ക് എൻഗേജ്മെന്റിക്ക് പോട വേണ്ടിയത്. നല്ല കളർ, എക്കച്ചക്കமான വില. താങ്ക്സ് അപ്പാ. ഇന്നക്ക് മധ്യാഹ്നം പാലക്കാടേക്ക് പോണോ? നാളെ എന്നോട് ചിത്തി പൊണ്ണുക്ക് നിശ്ചയദാർഢ്യം. അപ്പൊ എപ്പ കിളമ്പി വരും? നാളേക്ക് നൈറ്റ് കട്ടായം തിരിച്ചു വരും. ഓ, എന്തൊരു മഴയായിരുന്നു. മോള് വല്ലാതെ നനഞ്ഞോ? പറവല്ലപ്പാ. ഡോ, ഈ ബസ്സൊന്നും പോവില്ലേ? ഇന്ന് രാത്രി 12 മണിക്ക് ഹർത്താലാ. ഇനി നാളെ രാത്രി കഴിഞ്ഞ ബസ്സൊക്കെ പോവും. ഈശ്വരാ, ചതിച്ചല്ലോ. എന്തു പറ്റി? ഏയ്, ഞങ്ങള് പാലക്കാട് വരെ പോയിട്ട് വരിക. ഇറങ്ങാൻ അല്പം ലേറ്റായി. ഹർത്താലാണെന്നുള്ള വിവരം ഞങ്ങൾ അറിഞ്ഞൂല്ല. ഇനി നടക്കല്ലാതെ വേറെ നിവൃത്തിയില്ല. ഒരു ഓട്ടോ. ഓ, ഏത് നേരം കിട്ട നേരത്താണോ ഇറങ്ങി തിരിച്ചത്? ഓട്ടോ? അയ്യപ്പൻകാവ് വരെ ഒന്ന് പോണല്ലോ. ഞാൻ ഓട്ടം വരുന്നില്ല. റോഡാണെങ്കിൽ മഴ പെയ്ത് അപ്പിടി കുണ്ടും കുഴിയായിട്ട് കിടക്കുക. പോരാത്തതിന് ഹർത്താലും. ഞാൻ ഓട്ടോ ഒതുക്കാൻ പോവാ. അങ്ങനെ പറയരുത്. ഈ രാത്രി പ്രായമായ മകളെയും കൊണ്ട് ഞാൻ എവിടേക്ക് പോകും? അതൊന്നും എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്താ പ്രശ്നം? അതെ, ഈ വണ്ടി കൊണ്ടാ ഞാനും എന്റെ കുടുംബവും ജീവിച്ചു പോണത്. ബന്ധു ദിവസമായിട്ട് രാത്രി 12 മണി കഴിഞ്ഞ് വണ്ടി ഇറക്കിയ എന്താ സംഭവിക്കുന്നത് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് നമ്മളെ വിട്ടേര്. ഒടുക്കത്തെ ബന്ധു ഹർത്താലും മനുഷ്യനെ മെനക്കെടുത്തു. അല്ല, ഇവര് ഈ രാത്രി എന്ത് ചെയ്യും? പറഞ്ഞാൽ അത് ശരിയാണല്ലോ. മാവാ, ഈ അസമയത്ത് ഇനി നിങ്ങൾ അങ്ങോട്ട് പോകണ്ട. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ ഒരു രാത്രി ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ തങ്ങിട്ട് നാളെ പോ. എന്താ? അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. അല്ലടാ, ഈ വഴി അങ്ങോട്ട് തിരിഞ്ഞാ പാർട്ടി ഓഫീസായി. വാ, പോരെ, ധൈര്യമായിട്ട് കയറി വാ. ഇത് പേടിക്കാനൊന്നുമില്ല. ഞങ്ങളുടെ അടുത്ത് കേടാ. ഈ ബാത്റൂം ടോണി, ആ ബാത്റൂം കാണിച്ചു കൊടുത്ത്. വരൂ. കുട്ടിയൊരു കാര്യം ചെയ്, ആ മുറി പോയി നനഞ്ഞല്ലാന്ന് പിഴിഞ്ഞു കൊടുത്തോളൂ.
ആരാ ശരത്തെ പെണ്ണോ? ഞാനുണ്ട്. സൂപ്പർ, എന്തൊരു ഷേപ്പാ. എനിക്ക് ഈ ഡ്രസ് ഒന്ന് മാറണം. എന്താ മാറിക്കോ, പക്ഷെ ഈ ഭംഗിയുള്ള ശരീരം ഞങ്ങളൊന്ന് പാതിരാ നേരത്തെ നടുറോടി വന്നിറങ്ങി ഒരു അച്ഛനും മകൾക്കും അന്തി ഉറങ്ങാനൊരിടം, ഒരു സംരക്ഷണം, ഇതേ ഞങ്ങൾ കൊടുത്തുള്ളൂ. അതിന് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയതോ? മിസ്റ്റർ ശരത്, ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളുടെ വികാരം. വെളിച്ചെട്ടിന്റെ അവനെ. കമ്മീഷണർ സാറേ, അതിക്രമിച്ചകത്ത് കയറി എന്റെ അധീനതയിലുള്ള ഒരു പാർട്ടി ഓഫീസാണ് അവൻ അടിച്ചു തകർത്തത്. നേരിട്ട് അവനോട് ഇടപെടാൻ എനിക്കൊരു ഡിപ്പാർട്ട്മെന്റിന്റെ മറ ആവശ്യമില്ല. അറിയാം മിസ്റ്റർ വിശ്വനാഥൻ, ഇത്തരത്തിലൊരു കേസിൽ നിങ്ങളോട് വരേണ്ട ആവശ്യമില്ലായിരുന്നു. പാർട്ടി ഓഫീസിൽ അനാശാസ്യ പ്രവർത്തനം നടത്താൻ സ്ത്രീകളെ കൊണ്ടുവന്നൊരു കാരണം പറഞ്ഞായിരുന്നു അല്ലെ ഞങ്ങൾ തല്ലിയത്? എടോ, എന്റെ തലതൊട്ടപ്പനാവാനല്ല തന്നെ ഇവിടെ CI വെച്ചിരിക്കുന്നത്. സാർ, അത് സ്റ്റോപ്പ് ഇറ്റ്. സർ,
അർദ്ധരാത്രി അതും ബന്ധു നേരത്ത് റോഡിൽ വന്നിറങ്ങിയ നിർധനരായ അച്ഛനും മകൾക്കും അഭയം കൊടുത്തതാണോ ഇവർ ചെയ്ത തെറ്റ്? സർ, ഞാൻ പറയുന്നത് വേണ്ട, തന്റെ വിശദീകരണം എനിക്ക് കേൾക്കണ്ട. അല്ലെങ്കിലും തനിക്കെതിരെ തന്റെ ഇടം കൂടുതലാണെന്ന് എനിക്കറിയാം. പക്ഷെ അത് എന്റെ അധീനതയിൽ വേണ്ട. ഇവനെ പോലുള്ളവർക്ക് വേണ്ടി സാർ ഇങ്ങനെ വാതുവരാ സംസാരിക്കുന്നത് കഷ്ടമാണ് സർ. കണ്ടില്ലേ മേലുദ്യോഗസ്ഥരോടുള്ള ധിക്കാരം? നിർത്ത. താനാരാ? ധിക്കാരികളായ കുഞ്ഞാടുകളെ നേർവഴിക്ക് നടത്തുന്ന മെത്രാച്ചനോ അതോ മാർപ്പാപ്പയോ? എടോ, തന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്റെ ആളുകളെ അപമാനിക്കാനല്ല. മേലിൽ ഈ പ്രദേശത്ത് ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ അനുവാദത്തോട് മാത്രമായിരിക്കണം. അല്ലെന്ന് കണ്ടാൽ തന്റെ ഈ സ്റ്റാറും കോപ്പും തൊപ്പിയും ഊരി വെപ്പിച്ച് നടുത്തെരുവിൽ ഇറക്കും ഞാൻ. മനസ്സിലാകും എനിക്ക്? സോറി സർ. സ്റ്റാറും കോപ്പും തൊപ്പിയും ഊരി എന്നെ ഇങ്ങനെ ജനിച്ച വേഷത്തിൽ നടറോഡിൽ ഇറക്കുമെന്നുള്ള സാറിന്റെ ജൽപ്പനങ്ങളുണ്ടല്ലോ, അത് എന്നോട് വേണ്ട. എടോ, തന്നെ ഞാൻ ഒരു ചുക്കും ചെയ്യില്ല സർ. ബന്ദിന്റെയും ഹർത്താലിന്റെയും പേര് പറഞ്ഞ് ഇവനെ പോലുള്ളവർ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ സാർ അറിയണം. ഇന്നലെ ഞാനത് തടഞ്ഞില്ലായിരുന്നെങ്കിൽ റോഡരികിൽ മഴ നനഞ്ഞു കിടക്കുന്ന 2 ശവശരീരങ്ങളുടെ വാർത്തയായിരിക്കും സാറിന് കേൾക്കാൻ കഴിയുക. ആ അച്ഛനും മകൾക്കും കംപ്ലൈന്റ് ഇല്ലാത്തതുകൊണ്ട് ഇവൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എല്ലാത്തിനെയും ഇടിച്ചെടുത്ത ഞാൻ ഇത്തരത്തിലുള്ളവന്മാരുടെ സേവ പിടിച്ച് എനിക്കെതിരെ ആയുധമെടുക്കാനുള്ള വ്യാമോഹമുണ്ടെങ്കിൽ അത് വേണ്ട. ഒളിക്കും ഞാൻ. സാറടക്കമുള്ള സകലവന്മാരുടെയും ജീവചരിത്രം ഒളിച്ചെഴുതിയിട്ടേ പോകൂ ഈ വിഷ്ണുദത്തൻ. കേട്ടതിൽ കവിഞ്ഞ വാക്സാമർത്ഥ്യം, ഒരൊറ്റയാന്റെ ചങ്കൂറ്റം. നിന്നോട് നേരിട്ടല്ല, നിനക്കായി കെണിയൊരുക്കുകയാണ് വേണ്ടത്. എനിക്കായി നീ തീർത്ത കെണിയിൽ നിന്നെ ഞാൻ വീഴ്ത്തും. അതിൽ നിന്ന് രക്ഷ നേടാനോ രക്ഷപ്പെടുത്താനോ പ്രപഞ്ചത്തിൽ നീ വിശ്വസിക്കുന്ന ഒരു ഈശ്വരന്മാരെ കൊണ്ടുപോലും കഴിയില്ല വിശ്വനാഥൻ. അത് ഞാൻ നിനക്കൊരുക്കുന്ന മരണക്കെണിയായിരിക്കും. ജസ്റ്റ് വെയിറ്റ് ഫോർ ദ പണിഷ്മെന്റ്. ഗുഡ് ലക്ക്.